ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ പേജിന്റെ അർത്ഥവും ആശയവുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. 6-ാമത്തെ ആയത്ത് തുടങ്ങി 16-ാമത്തെ ആയത്ത് വരെയാണ് ഈ പേജിലുള്ളത്. നമ്മൾ ആദ്യത്തെ ഒരു 5 ആയത്തുകൾ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞത് ഈ പരിശുദ്ധ ഖുർആൻ ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, മുത്തക്കികളായ ആളുകൾക്കാന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ക്വാളിറ്റീസും ആണ് പറഞ്ഞത്. അപ്പോൾ ഈ പേജിൽ തുടങ്ങണത് അവിശ്വാസികളെ കുറിച്ചും പിന്നീട് കപട വിശ്വാസികളെ കുറിച്ചിട്ടാണ്. ഈ 2 കൂട്ടരെ കുറിച്ചിട്ടാണ് ഈ ഒരു പേജിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നല്ലദീന കഫറു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. നിശ്ചയമായും അവിശ്വസിച്ചവർക്ക് നീ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഖുർആൻ പ്രയോജനപ്പെടാത്ത ആളുകൾ ആരൊക്കെയാണെന്നാണ് പറയണത്. ഈ അവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും കാഫിറല്ല. സത്യത്തെ അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ നിഷേധിച്ചു കളഞ്ഞവരെയാണ് കാഫിർ എന്ന് പറയുന്നത്. നിഷേധികൾ, മറച്ചുവെച്ചവർ, അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചു എന്നൊക്കെയാണ് കുഫറിന്റെ അർത്ഥം. ഈ കാഫിറിന് മറച്ചു വെക്കുന്നവൻ എന്നൊരർത്ഥം ഉണ്ട്. അതുകൊണ്ട് കൃഷിക്കാരനെയും കാഫിർ എന്ന് പറയും. വിത്ത് മറച്ചു വെക്കുന്നവൻ എന്നുള്ള ഇതില് കാഫിർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല, നിഷേധിയാണ്. സത്യത്തെ മനസ്സിലാക്കിയതിനു ശേഷം നിഷേധിച്ചു തള്ളിയവനാണ് കാഫിർ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മുമ്പ് പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും ആളിൽ ഉണ്ടാവില്ല. നമസ്കാരം കൃത്യമായി നിർവഹിക്കില്ല, അദൃശ്യത്തിൽ വിശ്വസിക്കുകയില്ല, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കില്ല, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കില്ല. അപ്പൊ ഈ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഇനി പറയാൻ പോണത്. അപ്പൊ അവരെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞ അങ്ങനെയുള്ള ആളുകൾക്ക് താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സമമാണ്, അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. പിന്നെ അവരുടെ കുറിച്ച് തന്നെയാണ് അടുത്ത ആയത്തിലും പറയുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം. എന്താണ് ഖതമ എന്ന് വെച്ചാൽ മുദ്ര വെച്ചു എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഖാത്തമുൻ നബി എന്ന് പറയില്ലേ, അന്തിമ പ്രവാചകൻ അല്ലേ, പ്രവാചക പരമ്പരയിലെ അവസാനത്തെ നബിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആ ഒരു പരമ്പര മുദ്ര വെച്ചു, അള്ളാഹു അവസാനിപ്പിച്ചു അല്ലെ. അപ്പൊ മുദ്ര വെച്ചു എന്നുള്ള വാക്കാണ് ഖതമ. അപ്പൊ ഖതമ അല്ലാഹു അലാ ഖുലൂബി, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു, കേൾവികൾക്കും മുദ്ര വെച്ചു. അവരുടെ കണ്ണുകളിൽ ഒരു തരം മൂടിയുണ്ട്, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. അങ്ങനെയാണ് ഈ ആയത്ത് പറയണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു നേരത്തെ തന്നെ മുദ്ര വെച്ചിട്ട് ഇങ്ങോട്ട് വിട്ടേക്കണ ആൾക്കാരല്ല. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമുക്ക് സത്യം മനസ്സിലാക്കിയതിനു ശേഷം അതിനെ നിഷേധിച്ച് തള്ളിയത് കൊണ്ടാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ഹൃദയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, കാണേണ്ട നല്ല കാര്യങ്ങളൊന്നും അവർ കാണൂല, കേൾക്കേണ്ടതായ നല്ല കാര്യങ്ങളൊന്നും കേൾക്കൂല, അവരുടെ ഹൃദയത്തിലേക്ക് നല്ല കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുകയില്ല. അതാണ് പറയണത്. അങ്ങനത്തെ ആളുകളാണ് അവിശ്വാസികൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ എന്ന് പറയണത്. പിന്നെ പറയണ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപട വിശ്വാസികളാണ്. ഇപ്പൊ 3-ാമത്തെ ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം മുത്തക്കികൾ അല്ലെങ്കിൽ സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ അവിശ്വാസികൾ അല്ലെങ്കിൽ സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാൻ പോണത് കപട വിശ്വാസികളെ കുറിച്ചിട്ടാണ്. 8-ാമത്തെ ആയത്ത് തുടങ്ങിയിട്ട് കപട വിശ്വാസികളാണ്. അപ്പോൾ അതിൽ പറയണത് എന്താ, മനുഷ്യരിലുണ്ട് കുറച്ച് ആളുകൾ, അവർ പറയും എന്താണ്, ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹു അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്, അവര് വിശ്വാസികളല്ല. ഈ കപട വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഫിറുകൾ അല്ലെങ്കിൽ സത്യനിഷേധികളുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്. പക്ഷെ അതിന്റെ കുറച്ചും കൂടി ഒരു ഹയർ വേർഷൻ ആണ് ഇവര്. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ മറ്റൊരു വിശ്വസിക്കണില്ല എന്ന് അവര് പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാവും അവിശ്വാസികളാണെന്ന്. പക്ഷെ ഇവരങ്ങനെയല്ല, ഉള്ളിൽ അവിശ്വാസവുമാണ്, എന്നിട്ട് പുറമേക്ക് ഒരു വിശ്വാസിയുടെ മൂടുപടം ഇട്ട് വരണ ആൾക്കാരാണ്. ഉള്ളില് വേറൊരു തരവും പുറമേക്ക് വേറെ ഒന്നും കാണിക്കണം, വേറൊരു നിലപാടും കാണിക്കുന്നവരാണ് ഈ കപട വിശ്വാസികൾ എന്ന് പറയുന്നത്. ഈ കപട വിശ്വാസികൾ ഒരിക്കലും മക്കയിൽ ഉണ്ടായിരുന്നില്ല. മക്കയിൽ കപട വിശ്വാസി ആയി ജീവിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല. കാരണം അവിടെ ഒരു വിശ്വാസി ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ സപ്പോർട്ട് ചെയ്യണ ആളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ കിട്ടണേ, അവർക്ക്
ഫുൾ പീഡനങ്ങളും ഉപദ്രവവും എന്താ പട്ടിണിയും ഒക്കെ തന്നെയാണ്, അടിയൊക്കെ ഉള്ളൂ അവിടെ കിട്ടാൻ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരുടെ ആവശ്യം ഇല്ല. മദീനത്ത് വന്നപ്പോൾ സ്റ്റേജസ് ഒക്കെ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവിടെ നേതാവാണ്, ഇവിടെ അധികാരമുണ്ട്. അപ്പൊ നബിയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടും. എന്താ ഇപ്പൊ യുദ്ധമുതലുകൾ, ഗനീമത്ത് സ്വത്തുകൾ കിട്ടും, അല്ലെങ്കിൽ നാട്ടിൽ പേരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ്, ഈ മദീനത്താണ് കപട വിശ്വാസികൾ ഉണ്ടാവണത്. അപ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന കപട വിശ്വാസികളുടെ നേതാവാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ. അദ്ദേഹത്തിന് ഈ ഇസ്ലാമിനോട് വിദ്വേഷം വരാനുള്ള കാരണം എന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് മദീനയിൽ ഔസ് ഖസ്റജ് എന്നീ 2 ഗോത്രങ്ങളാണ് അവിടുത്തെ അറബികൾ ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് യഹൂദികളുടെ 3 ഗോത്രങ്ങളാണ്. ബനു കൈനുക്ക, ബനു നളീർ, ബനു ഖുറൈള. ഈ 3 ഗോത്രങ്ങളാണ് പിന്നെ യഹൂദികളുടെ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും കൂടിയിട്ട് ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ അവരുടെ നേതാവാക്കാൻ തീരുമാനിച്ചിരിക്കണ ഒരു ടൈമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം മദീനയിൽ പ്രചരിച്ചിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ഇവര് ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ നേതാവാക്കാന്ന് പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയി. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ ഇരു കൈകളും നീട്ടി പാട്ടുപാടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിന് ഇസ്ലാമിനോട് വിദ്വേഷം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതുകൊണ്ടാണ് ആളുടെ ആ നേതാവ് എന്നുള്ള പദവി പോയത്. അപ്പൊ ആ വിദ്വേഷവും വൈരാഗ്യമൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത് പുറത്തേക്ക് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഗോത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ സപ്പോർട്ട് ചെയ്ത് അവര് അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇയാള് ആ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ നമസ്കാരത്തിന് 1-ാമത്തെ സൊഫിലുണ്ടായിരിക്കും. നബിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഉള്ളിൽ മൊത്തം വൈരാഗ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ കപട വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ്. പുറമേ ഒന്നും ഉള്ളിൽ വേറെ ഒന്നുമാണ്. ഈ കപട വിശ്വാസികളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവര് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവര് സംസാരിക്കുന്നതായാലും അവര് കളവ് പറയും. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഒരു പുറംചട്ട മാത്രമാണ്. ഉള്ളിലോട്ട് അതിന്റെ ഒരു തരി പോലും അവർക്ക് ഉണ്ടാവില്ല. അത് മനസ്സിൽ ഒരുതരം രോഗമുള്ള ആളുകളാണ് ഇവർ. അതാണ് കപട വിശ്വാസികൾ. അപ്പൊ അള്ളാഹു പറയാണ്, ഇവര് പറയും വിശ്വാസികളാന്നൊക്കെ പറയും, ഞങ്ങൾ അള്ളാഹുവിലേക്ക് വിശ്വാസമുണ്ട്, അന്ത്യനാളിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അവരൊരിക്കലും വിശ്വാസികളല്ല. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് യുഖാദിഊനല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ എന്നാണ്. ഖാദഅന്ന് വെച്ചാൽ വഞ്ചിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അവരെ വിചാരം എന്താണ്? അവർക്ക് അറിയാം ഉള്ളില് ഞങ്ങൾക്ക് വിശ്വാസമൊന്നും ഇല്ലാന്ന്. പക്ഷെ അവരെന്താണ് വിചാരിക്കണത്? ഞങ്ങൾ അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയൊക്കെ വഞ്ചിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അവർ നടക്കണേ. പക്ഷെ അപ്പൊ അള്ളാഹു പറയാണ്, അല്ല, അവര് തന്നെയാണ് വഞ്ചിക്കപ്പെടുന്നത്. പക്ഷെ അവരത് അറിയുന്നില്ല. അവരെ തന്നെയാണ് വഞ്ചിക്കുന്നതെന്ന്. കാരണം ഈ ഒരു സ്വഭാവം കൊണ്ട് ചെന്നിട്ട് പരലോകത്ത് അവർക്ക് കിട്ടാൻ പോണത് നരകമാണ്. അപ്പൊ ഇവരെ തന്നെയാണ് വഞ്ചിക്കണത്. അതുകൊണ്ട് പക്ഷെ അവരത് അറിയുന്നില്ല. പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വഭാവം. അപ്പൊ അള്ളാഹു അവർക്ക് ആ രോഗത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് അവർക്ക് സത്യം വന്ന് കിട്ടിയതിന് ശേഷമാണ് അവരിങ്ങനെ ആവുന്നത്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് ആ രോഗത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. എന്തുകൊണ്ടാണ് വേദനയേറിയ ശിക്ഷ? അവര് കളവ് പറഞ്ഞത് കാരണം. ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറമേക്ക് കളവ് പറഞ്ഞത് കാരണം യക്ദിബു എന്നാണ് പറയുന്നത്. വ്യാജം പറയുക, കളവ് പറയുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അവര് കളവ് പറഞ്ഞത് കൊണ്ട് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അവര് ഭൂമിയിൽ നല്ല കാര്യങ്ങളാണ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ചെയ്യണതൊക്കെ അവര് എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പറയും അവരോട് പറയപ്പെടുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ, നാശമുണ്ടാക്കല്ലേ എന്ന് അവരോട് പറയപ്പെട്ട അവര് പറയും ഞങ്ങള് നന്മ മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ മറുപടി ഉണ്ടാവുക. പക്ഷെ അവര് അറിയുന്നില്ല, അവര് തന്നെയാണ് കുഴപ്പക്കാരൻ. അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. അവര് ബാക്കിയുള്ളവരുടെ മുമ്പിൽ നന്മ ചെയ്യുന്നു എന്ന് ഉള്ളതിൽ കാണിച്ചാലും പക്ഷെ അവര് തന്നെയാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത്. ഇനി അവരോട് പറയാണ്, നിങ്ങള് സാധാരണ മനുഷ്യന്മാര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും ഞങ്ങൾ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ എങ്ങനെ വിശ്വസിക്കുക പറയും. എന്താന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസികളാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയും നിങ്ങൾ ആ സത്യവിശ്വാസികളെ പോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മറുപടി ഇങ്ങനെയായിരിക്കും, ഞങ്ങള് ആ മണ്ടന്മാരെ വിശ്വസിച്ചതുപോലെയൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് അവരുടെ മറുപടി ഉണ്ടായിരിക്കുക. അപ്പൊ അള്ളാഹു എന്താ പറയണത്?
ഇവര് തന്നെയാണ് ഭോഷന്മാർ അല്ലെങ്കിൽ മണ്ടന്മാർ. പക്ഷെ അവരത് അറിയുന്നില്ല. മണ്ടന്മാരായതുകൊണ്ടാണല്ലോ ഇവിടത്തെ ചെറിയൊരു ലാഭത്തിന് വേണ്ടി പരലോകത്തെ നശിപ്പിച്ച് കളയണത്. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ പറയണത് എന്താ, അവര് സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവര് പറയും, ഞങ്ങൾ വിശ്വാസികളാണ് ട്ടാ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ട്ടാ എന്ന് പറയും. കാരണം ഇവര് മറ്റവർക്ക് തോന്നാൻ പാടില്ലല്ലോ, സത്യവിശ്വാസികൾക്ക് ഒരു സംശയവും ഇവരിൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിടയ്ക്കിടയ്ക്ക് അവരെ കാണുമ്പോൾ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ട്ടാ എന്ന് പറയും. പക്ഷെ ഇവരുടെ പിശാചുക്കളിലേക്ക് പിശാചുക്കൾ ഉദ്ദേശിക്കണത് എന്താണ്, ഈ മനുഷ്യർ തന്നെയാണ് ഉദ്ദേശിക്കണത്. സത്യവിശ്വാസികളല്ലാത്ത ആളുകളുടെ കൂടെ അവരുടെ കൂടെ ചെല്ലുമ്പോൾ പറയും എന്താണ്, ഞങ്ങള് മറ്റേ സത്യവിശ്വാസികളെ പരിഹസിക്കാൻ വേണ്ടിയാണ് അവരുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയണത്, വിശ്വാസികളാണെന്നൊക്കെ പറയണത്. പക്ഷെ ശരിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ട്ടാന്നാണ് പറയണത്. അപ്പോൾ അള്ളാഹു പറയാണ്, അള്ളാഹു ഇവരെ പരിഹസിക്കുകയാണ്. എന്താ, അവരുടെ ഈ തോന്നിവാസത്തിൽ അള്ളാഹു ഇവരെ നീട്ടിയിടുകയാണ്. കാരണം ഇവർ എത്രത്തോളം പോകും എന്ന് കാണാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരെ നീട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹു യസ്തഹ്സിഉ ബിഹിം എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹു അവരെ പരിഹസിക്കുന്നു. വയമുദ്ദുഹും, മദ്ദാന്ന് വെച്ചാൽ നീട്ടിയിടുക. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരുടെ അതിര് കവിച്ചിലിൽ അലഞ്ഞു നടക്കാനായിട്ട് അവരെ നീട്ടിയിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഫ്സദ എന്ന വാക്കിന്റെ അർത്ഥം നല്ല ഒരു സാധനത്തിനെ ചീത്തയാക്കുക എന്നാണ്. അപ്പൊ അതാണ് മുഫ്സിദ്, നാശമുണ്ടാക്കുന്നവൻ. ഭൂമിയിൽ നല്ല രീതിയിൽ പോണ ഒരു സംവിധാനത്തെ ഇവര് പൊട്ട ചീത്തയാക്കി എടുക്കുക. അസ്ലഹ എന്ന് പറഞ്ഞാൽ എന്താണ്, ചീത്തയായ ഒരു സാധനത്തെ നന്നാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവര് പറയണത് എന്താ, ഞങ്ങൾ നന്നാക്കാൻ വേണ്ടിയാണ് ചെയ്യണതെന്നാണ്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. ലാസ്റ്റ് ആയത്തിൽ പറയണത് എന്താ, ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. അപ്പൊ എന്താണ് അതിൽ പറയണത്, അവരുടെ കച്ചവടം ലാഭകരമല്ല ഒരിക്കലും. അവർ ചെയ്യണ കാര്യം എന്താണ്, അവർ സന്മാർഗത്തെ കളഞ്ഞുകൊണ്ട്, തുച്ഛമായ വിലയ്ക്ക് വേണ്ടി സന്മാർഗത്തെ കളഞ്ഞുകൊണ്ട് ദുർമാർഗം വിലക്ക് വാങ്ങിയവരാണ് അവർ. അവരുടെ കച്ചവടം ഒരിക്കലും ലാഭകരമാവുകയില്ല. അവർ ഒരു കാലത്തും നേർമാർഗം പ്രാപിക്കുകയുമില്ല. അങ്ങനെയാണ് ഈ പേജ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്, ഞങ്ങൾ അവരെ സത്യവിശ്വാസികളെ പരിഹസിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ നമ്മൾ സൂറത്ത് ഹദീദിൽ വരുമ്പോൾ കാണാം. 13-14 ആയത്തിൽ പറയുന്നുണ്ട്, പരലോകത്ത് ചെല്ലുമ്പോഴേ ഈ പരിഹസിച്ച ആൾക്കാര് മുനാഫിക്കുകളായ സ്ത്രീകളും പുരുഷന്മാരും സത്യവിശ്വാസികളെ കാണുമ്പോൾ പറയും എന്താണ്, അവർ ഈ കൂരിട്ടിൽ നിൽക്കുമ്പോൾ സത്യവിശ്വാസികൾ നല്ല പ്രകാശത്തിൽ നടക്കുമ്പോൾ ഇവരോട് പറയും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചൊന്ന് പകർന്നു തരൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഇവരിവിടെ ഈ കളിയാക്കുന്നത്, അവിടെ ചെല്ലുമ്പോൾ ഈ സത്യവിശ്വാസികൾ ഈ കപടവിശ്വാസികളെ കളിയാക്കുന്ന ഒരു രംഗം സൂറത്ത് ഹദീദിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് കാണാം. പിന്നെ അപ്പൊ അത്രയേ ഉള്ളൂ ഈ പേജിൻ്റെ അകത്ത് പറയണത്. അപ്പൊ ഇതിനകത്ത് ഉൾക്കൊണ്ടുള്ള കാര്യങ്ങൾ അവിശ്വാസികളെ കുറിച്ചിട്ടും കപടവിശ്വാസികളെ കുറിച്ചിട്ടുമാണ്. ഇവരുടെ സ്വഭാവങ്ങളാണ് ഇതിൽ പറയണത്. അവിശ്വാസികൾക്ക് ഇനി എന്തൊക്കെ തന്നെ താക്കീത് ചെയ്തിട്ടും കാര്യമില്ല, അവർ വിശ്വസിക്കൂല. അവരുടെ ഹൃദയവും ചെവിയും കണ്ണും ഒക്കെ അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ് അവരുടെ പ്രവൃത്തി കൊണ്ട്. പിന്നെ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിടത്തും എന്താണ്, അവര് എന്താണ് വഞ്ചന നടത്തുക ചെയ്യണം അള്ളാഹുവിനോടും ബാക്കി സത്യവിശ്വാസികളോടും വഞ്ചിച്ചു എന്നുള്ളൊരു എന്താണ് സന്തോഷത്തിൽ ഇവർ നടക്കുകയാണ്. ഞങ്ങൾ അവരെയൊക്കെ വഞ്ചിച്ച് വലിയ ആൾക്കാരായിട്ട് നടക്കുകയാണ്. പക്ഷെ എന്താണ് അവസാനം ഉണ്ടാവാൻ പോണത്, ഇവർ തന്നെയാണ് വഞ്ചിതരാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ കച്ചവടം ഒരിക്കലും ലാഭകരമാവുകയില്ല, അവർ നേർമാർഗം പ്രാപിക്കുകയില്ല. ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് 4ാമത്തെ പേജ് അടുത്ത ഓഡിയോയിൽ വരും ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. വേർഡ് മീനിങ്ങോട് കൂടി പഠിക്കാൻ ശ്രമിക്കുക. തഫ്സീറുകളും പിന്നെ ഒരുപാട് ആപ്പുകളും ഒക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഫോണിലാണെങ്കിലും. അപ്പോൾ വേർഡ് മീനിങ്ങുകൾ പഠിക്കുമ്പോൾ മാലി മുലാരി എന്നുള്ളൊരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അതറിയാത്തവർക്ക് ഇൻഷാ അല്ലാ നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പഠിച്ചു പോയാലാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുള്ളൂ. ഈ സെയിം വാക്കുകളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ ഇന്നല്ലദീന നമ്മൾ ആദ്യത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന നിശ്ചയമായും, അല്ലദീന യാതൊരു കൂട്ടർ, കഫറു അവിശ്വസിച്ചവർ. അപ്പൊ ഈ ഇന്നല്ലദീന തന്നെ ഒരുപാട് സ്ഥലത്ത് വരും. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചു പോയാൽ നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത പേജുകളിലൊക്കെ വരുമ്പോൾ എളുപ്പമുണ്ട്. സവാഉൻ സമമാണ്, അലൈഹിം അവരുടെ മേൽ. അപ്പൊ അലൈഹിം എന്നുള്ളത് അല മേൽ ഓൺ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതിന് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ഞാനിപ്പോൾ ഓഡിയോ ആയിട്ട് നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി ആയിരിക്കില്ല. ആപ്പ് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അർത്ഥവും ആശയവും ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.